പ്രിയപ്പെട്ടവരെ, നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു. തൊണ്ടയ്ക്ക് കുറേ അസ്വസ്ഥതകളൊക്കെ 2 മാസം മുമ്പ് വന്നായിരുന്നു. പക്ഷേ പല ഹോസ്പിറ്റലിലും പോയി ആൻറ്റിബയോട്ടിക്സ് ഒന്നും തന്നിട്ടൊന്നും കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാനൊരു ENT ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് അറിയുന്നത് ഒക്കൽ കോഡിനകത്ത് ഒരു ചെറിയ മുഴ അല്ലെങ്കിൽ ഒരു തടിപ്പുണ്ട് എന്ന്. അതിന് കട്ട് ചെയ്ത് ബയോപ്സി എടുക്കണം, അത് റിമൂവ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധൈര്യവും പോയി. അതാണ് സത്യം. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പോയി, തകർന്നു പോയി നമ്മൾ. അപ്പോൾ എനിക്കിതിനൊക്കെ ധൈര്യം തന്നത് എൻ്റെ വൈഫാണ്, ആശ. പുള്ളിക്കാരത്തിയുടെ ഒരു സപ്പോർട്ടിങ് അപാരമായിരുന്നു. പുള്ളിക്കാരത്തിയാണ് പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാം, അവിടെ ENTയുടെ മെയിൻ ഡോക്ടേഴ്സൊക്കെ ഇല്ലേ, അവിടെ കാണിക്കാം, നമുക്ക് ഹെൽത്ത് വഴി രജിസ്റ്റർ ചെയ്തിട്ട് പോവാം, അങ്ങനെയാണെങ്കിൽ വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ഒരു നിർബന്ധത്തിൽ ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ ENTയുടെ മെയിൻ ഒരു ഡോക്ടറായ സുജിത് റോയ് സാറിനെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ ഫ്രണ്ടായ MBBS പഠിക്കുന്ന കാശിക്കുട്ടനുണ്ടായിരുന്നു. അവനും ഞാനും വൈഫും കൂടെയാണ് കണ്ടത്. ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ സീരിയസ്നെസ്സൊക്കെ അവർ പറഞ്ഞില്ലേ, ചിലപ്പോൾ ബയോപ്സി എടുക്കേണ്ടി വരും, പുകവലിക്കാറുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല, പുകവലിക്കാറില്ല. മദ്യവലിക്കാറുണ്ടോ? അതുമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്തു. ഇവിടെ മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പി ചെയ്യണം, അവരുടെ നോക്കില്ല, എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ബ്ലഡും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിന് എഴുതി കൊടുത്തിട്ട് ആ ഒരു 3 ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും എല്ലാം നമ്മുടെ ചിന്തകൾ വേറെ രീതിയിലൂടെയൊക്കെ പോയി. വാക്സിൻ എടുക്കണോ, എന്താവും, എന്തായിരിക്കും, മൊത്തത്തിൽ ഞാൻ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നത് എൻ്റെ വൈഫും എൻ്റെ മക്കളുമാണ്. ഒരു 3 ദിവസം എനിക്കറിയില്ല കേട്ടോ, എനിക്ക് വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വലിയ അമ്പലങ്ങളിലൊന്നും പോകാറുള്ളൂ ഇല്ലായിരുന്നു, അതാണ് സത്യം. പക്ഷേ ആ ഒരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, അമ്പലത്തിൽ വരെ പോയി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ആശ്വാസമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യർ. ഞാൻ പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ ഓരോരുത്തർ പോയി കമന്ന് കിടന്ന് തൊഴുന്നപ്പോൾ ഞാൻ ആലോചിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൂടെ പോയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രശ്നങ്ങൾ ഒരു അദൃശ്യ ശക്തിയോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് ഭയങ്കര വലുതാണ്. അത് കഴിഞ്ഞ് ഞാൻ 3 ദിവസം കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നു, എൻഡോസ്കോപ്പി ചെയ്യുന്നു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഇത് മഴയെന്നല്ല, ഇത് പോളിപ്പാണ്. വോക്കൽ കോഡിൽ വരുന്നൊരു പോളിപ്പാണ്. ഇത് ഒരുപാട് സംസാരിച്ചുകൊണ്ട് വരുന്നതാവും. എൻ്റെ ഹിസ്റ്ററി എപ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറാണെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, പക്ഷെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് ബാക്ക് ചെയ്ത് വൈകുന്നേരം 5 മണി വരെ വർക്ക്ഷോപ്പുകൾ എടുക്കാറുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും തമിഴ്നാട്ടിലും ഒക്കെ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം എത്ര വർക്ക്ഷോപ്പുകൾ എടുത്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു 100-150 പുറത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, അഭിനയിക്കുന്നുണ്ട്, പിന്നെ ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരുപാട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു അസുഖമാണിത്. അതിന് പ്രത്യേകിച്ച് മരുന്നോ ട്രീറ്റ്മെൻറ്റുകളോ അല്ല, മരുന്ന് അങ്ങനെയൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക, അതാണ് വേണ്ടത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ പാടില്ല. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് അതിലെഴുതുക. ഒരു വാക്ക് മിണ്ടാൻ പാടില്ല. അതുപോലെ തന്നെ എരിവ്, പുളിവ്, ചായ, കാപ്പി ഇതൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്ന ഒരാളായിരുന്നു. ഇതൊന്നും അവോയ്ഡ് ചെയ്യുക. ഒരു 10 ദിവസമാണ് എനിക്ക് തന്നത്. സംസാരം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല.
കാരണം ആ സമയത്ത് ഇത് മാറാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആ ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു പകുതി ധൈര്യം നമുക്ക് വന്നു. അന്ന് ഞാൻ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര തൊഴുതുകൊണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരാൾ ആരാന്നോലും എനിക്കറിയില്ല എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടല്ലേ, നിങ്ങൾ ഭയങ്കര വിഷമത്തോട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചെറിയ നോട്ട് പാഡ് പോലത്തെ ഒരു ബുക്കുണ്ട്, അതിനകത്ത് ഇങ്ങനെ എഴുതി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ ബ്രദറിന് വന്നിട്ടുണ്ട് ഇത് അടുക്കും ചിട്ടയില്ലാത്ത ജീവിത പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കില്ല, ഒരുപാട് ഫോണിൽ സംസാരിക്കും. പുള്ളി ഒരു പൊളിറ്റീഷ്യനാണ്, പുള്ളിയുടെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വന്ന് പുള്ളി എന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. ഞാനെല്ലാം കേട്ടു. നമ്മൾ യാത്ര കഴിഞ്ഞ് പോയി. പക്ഷെ അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് എന്നെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പുള്ളി പറഞ്ഞ സത്യമാണ്. ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് എന്ത് കാര്യം അറിഞ്ഞുകൂടെങ്കിലും അപ്പോൾ തന്നെ അറിയാവുന്ന ആളോട് ഞാൻ ഡയറക്റ്റ് പോയി അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാം. അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇപ്പോൾ ഫ്യൂജി ഫിലിമിൻ്റെ മെൻറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ക്യാമറയെക്കുറിച്ചൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പല ആളുകളെയും വിളിച്ച് അതിനെപ്പറ്റി പഠിച്ചു. പിന്നെ ഒരു മെൻറ്ററായിരിക്കുമ്പോൾ തന്നെ ഓരോ ക്യാമറകൾ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം, അതർ ബ്രാൻഡിൻ്റെ ക്യാമറകൾ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. എല്ലാവരെയും വിളിച്ച് സംശയങ്ങൾ ചോദിച്ചൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പേച്ചർ ലൈറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നെറ്റിൽ നോക്കിയും അല്ലാതെയും ചോദിച്ചുമൊക്കെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനിടയിൽ ഒരുപാട് സംസാരിക്കേണ്ടി വന്നു, സത്യമാണ്. കോവിഡ് കഴിഞ്ഞ് ഉള്ള അറിയാമല്ലോ എല്ലാവർക്കും കുറേ പ്രതിസന്ധികൾ വന്നു. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ രാത്രി ഉറക്കങ്ങൾ കുറവായി. പിന്നെ സിനിമയിലോട്ട് വന്നു. സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈം കഴിഞ്ഞപ്പോൾ കുറേ ശ്രമിച്ചു. നമ്മൾ ഒരു ഡ്രീമിന് പിറകെ ശ്രമിച്ചപ്പോൾ കറക്റ്റ് നമ്മൾ അവിടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സിനിമകൾ ചെയ്യേണ്ടി വന്നു. സിനിമയിൽ കാസ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. സോൾ ബ്രദേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തു. എനിക്ക് ഒന്ന് റെസ്റ്റില്ലാതെ ഞാൻ സംസാരിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ എനിക്ക് പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും എൻ്റെ ശരീരത്തെക്കുറിച്ചും ഞാൻ മറന്നു. അതിന് പുറമെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ള അലച്ചിലായി. ആരോഗ്യവും നമ്മുടെ ശരീരമാണ് ഏറ്റവും വലുതെന്ന് അവിടെ നമ്മൾ മനസ്സിലായി. ഇതില്ലെങ്കിൽ ഇതൊന്നുമില്ല. വീണ്ടും 18 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ പോയി കാണുകയാണ്. ഡോക്ടർ പറഞ്ഞു ചെറിയ രീതിയിൽ കുറവുണ്ട്, വീണ്ടും 15 ദിവസം റെസ്റ്റ് എടുക്കുക, ഇതേപോലെ തന്നെ ഡയറ്റിങ് പോവുക, വിശ്രമമാണ് ഏറ്റവും വലുത്. അടുത്തൊരു 15 ദിവസം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനായിട്ടുള്ളത് സമയങ്ങളായിരുന്നു. ആരോടും സംസാരിക്കാതെ, ഒന്നും പറയാതെ കുറേ ചിന്തകൾ വന്നു. കുറേ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നതെല്ലാം ഡയറ്റിങ് കറക്റ്റ് ചെയ്തു. രാത്രി വൈകുന്നേരം 7 മണിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. 3 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി. രാവിലെ എണീക്കാൻ തുടങ്ങി. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം രാവിലെ എണീച്ച് സൂര്യോദയം കണ്ട് സൂര്യ നമസ്കാരം ചെയ്തു, എക്സസൈസ് ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം ഭയങ്കരമായിരുന്നു. ഈ അസുഖത്തിന് പുറമെ എനിക്കുണ്ടാകുന്ന ഒരു എനർജി ലെവൽ മാറി. അത് കഴിഞ്ഞ് വീണ്ടും 15 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ചെല്ലുമ്പോൾ വോയിസ് തെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. നീര് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളെ കാണുമ്പോൾ മാറ്റമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഒരുപാട് സംസാരിക്കുകയൊന്നുമില്ല. സുജിത് റോയ് ഡോക്ടർ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ പുള്ളി തരുന്ന ആ പുള്ളിയുടെ നോട്ടത്തിലും പുള്ളി പറയുന്ന ആ ചെറിയ സംസാരത്തിലും എനിക്ക് കിട്ടിയ ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു എനർജി അപാരമാണ്. ഒരു ദിവസം ഞാൻ പുള്ളിയെ കാണാൻ പോയപ്പോൾ
പുള്ളി ഇല്ലായിരുന്നു, വേറൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായി, പുള്ളിയെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ലെവലുണ്ട്, അത് അസാധ്യമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അതേപോലെ തന്നെ വോയിസ് തെറാപ്പി ചെയ്തു. വോയിസ് തെറാപ്പിയിൽ കുറച്ച് എക്സസൈസ് ചെയ്തു, അതിലും മാറ്റമുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി പണ്ടത്തെ പോലെ കുറച്ചും കൂടെയൊക്കെ സംസാരിക്കണം, കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 15 ദിവസം കുറച്ച് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് കുറച്ച് ദിവസങ്ങൾ പോയി. അപ്പോൾ ഈ ഒരു 45 ദിവസങ്ങളിൽ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റി, കുറേ വായിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെയും മറ്റും കണ്ട് പഠിക്കാൻ പറ്റി, കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ആവാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര ഒരു ഗുണം തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിത ശൈലി ഒന്ന് മാറ്റാൻ വേണ്ടി ദൈവം അല്ലെങ്കിൽ ഒരു ശക്തി എനിക്ക് തന്ന ഒരു വാണിംഗാണ്. അത് ഈ സുജിത് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി. പുള്ളി അത് കറക്റ്റ് പറയുന്നതനുസരിച്ച് എനിക്കത് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എൻ്റെക്ക് സംസാരിക്കാൻ പറ്റാതൊരവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ആഗ്രഹമായിരുന്നു വീണ്ടും പഴയതുപോലെ ആവണം. അതിനുവേണ്ടി എന്തും നമ്മൾ മിണ്ടാതെ തന്നെ ഇരുന്നു, അതാണ് സത്യം. ഇതിനെന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 2 മാസം ഞാൻ ഒരു ജോലിക്കും പോകാതെ ഇത്രയും പ്രതിസന്ധി പ്രശ്നങ്ങളിൽ ഞാൻ നിന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തി ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായാലും എന്നെ മാനസികമായിട്ടാണെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്നതിലായാലും എല്ലാത്തിലും എനിക്ക്, ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ പോയാൽ എനിക്ക് വഴക്ക് വരുമായിരുന്നു. സത്യം പറയാൻ എനിക്ക് എൻ്റെ ഒരു അമ്മയെപ്പോലെ പുള്ളിക്കാരത്തി എന്നെ കൺട്രോൾ ചെയ്യും, ആണ് സത്യം. എൻ്റെ മക്കൾ അവർ നിസ്സാരമായ രീതിയിൽ ഒന്നുമില്ല അച്ഛാ, ഒരു വളരെ സിമ്പിളാണെന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും പിന്നെ. അപ്പോൾ എനിക്കൊരു പ്രശ്നമേ തോന്നിയില്ല. എൻ്റെ അച്ഛൻ തന്ന സപ്പോർട്ട്, അനിയത്തിമാർ, അതിനേക്കാൾ ഉപരി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ എല്ലാവരെയും അറിയിച്ചില്ല. ഇപ്പോഴേ ഈ വീഡിയോയിലൂടെയാണ് നിങ്ങളെല്ലാം അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ കൂടെ ക്ലാസ്മേറ്റായ എൻ്റെ സാറിൻ്റെ മകൻ മനു മഞ്ജിത്ത്, എൻ്റെ പ്രിയപ്പെട്ട ആശാനും എൻ്റെ ചങ്ക് കൂട്ടുകാരനും അനിയനുമായ ടോബി, എൻ്റെ കളിക്കൂട്ടുകാരൻ ഫിലിപ്പ്, അനിലേട്ടൻ, അനുബാവലേൻ, ആർദ്ര, അജിത്തേട്ടൻ, എനിക്ക് വേണ്ടി ശബരിമലയിൽ വരെ പോയി പ്രാർത്ഥിച്ച അജിത്തേട്ടൻ, രതീഷോവിണി എപ്പോഴും മെസ്സേജ് ചെയ്യും. ഇതായിട്ട് എനിക്കിങ്ങനെ വോയിസ് മെസ്സേജും ടൈപ്പ് മെസ്സേജും ആയിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഉണ്ടായി. എൻ്റെ പ്രിയാനുജൻ രതീഷോവിണി, ബിനുവേഴ്സ്, അരുൺ വൈക ഡയറക്ടർ, സുജിത് ഫ്രൈമണ്ട്, എന്നെ അനിലേട്ടനൊക്കെ എപ്പോഴും വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെ കൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ വെറ്റ് പ്ലാനർ റോയ്, പിന്നെ ലോയിഡേട്ടൻ, സുജിത്ത്, എൻ്റെ കഴക്കൂട്ടത്തൊരു കളിക്കൂട്ടുകാരനായ സുജിത്ത്, ഷിജിൻ സുവദൻ, അവരൊക്കെ എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്തു, എനിക്ക് ആശ്വാസവാക്കുകൾ തന്നു. കൂട്ടുകാരാണ് ഏറ്റവും വലുത്. പിന്നെ ഞാൻ ഈ പേപ്പറും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകാൻ നടത്ത് എന്നൊക്കെ ആളുകൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെയാണെന്ന് കരുതിയായിരിക്കും അവരതൊന്നൊരു സപ്പോർട്ടൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ. സുഹൃത്തുക്കൾ ഭയങ്കര എനർജിയായിരുന്നു. ഓരോരുത്തരും വിളിച്ച ഓരോ മോട്ടിവേഷനായിരുന്നു അവർ തന്നത്. ബൈജുനെറ്റൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. അത് തരുന്നൊരു എനർജി ഭയങ്കരമാണ്. പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴ സിനിമയൊക്കെ കഴിഞ്ഞ് ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടാണ് വാഴ സിനിമയൊക്കെ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റിയത്. പത്മിനിയിലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. വാഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകളിലേക്ക് എഗ്രിമെൻറ്റും ഒക്കെ ചെയ്തു. പക്ഷേ ഈ മാർച്ചിലും ഏപ്രിലും സത്യം പറഞ്ഞ 5-6 പടം ഉണ്ടായിരുന്നു അഭിനയിക്കാനുള്ള അവസരം, നല്ല വേഷങ്ങൾ. പക്ഷേ അതിലൊന്നും പോകാൻ പറ്റിയില്ല. അതൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയെന്ന് പറയുമ്പോൾ
ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയും ഇതിനപ്പുറം നേടിയെടുക്കാൻ പറ്റും. അത് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. അപ്പം കുറേ സിനിമകൾ പോയി, പക്ഷെ സിനിമകൾ വരും, അല്ലെങ്കിൽ വരുത്തും. കുറേ വർക്കുകൾ, ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ പോയി, അതും വരും. അങ്ങനെ ഞാൻ ലാസ്റ്റ് അപ്പോൾ സുചിത്രായ ഡോക്ടറിനെ 9-ാം തീയതി, ഈ വരുന്ന 9-ാം തീയതി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി സംസാരിച്ച് തുടങ്ങണം. ഒരുപാട് ചൂടായി ഒന്നും സംസാരിക്കരുത്, മിതമായ രീതിയിൽ സംസാരിക്കണം, ഡയറ്റെല്ലാം ഇങ്ങനെ തന്നെ പോകണം, ചെറിയ ഗ്യാസിൻ്റെ ഒരു മാസത്തെ ഗുളിക തരാം, ചെറിയ രീതിയിലുള്ള അഭിനയങ്ങൾ തുടങ്ങാൻ പറഞ്ഞു, വർക്കുകൾക്ക് പോകാൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വെഡ്ഡിങ് എടുക്കാൻ പോയി. അതിനുശേഷം ഇന്നലെ ഒരു ഫോട്ടോഷൂട്ടിനും പോയി. ഇനിതാ ലക്ഷ്മി പുഷ്പയുടെ പടം, പുതിയ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീട്ടുകാരും തന്ന ഒരു എനർജിയാണ് ഇതിനെല്ലാം ധൈര്യം. അതിനേക്കാൾ ഉപരി സുജിത് റോയ് എന്ന് പറയുന്ന ഡോക്ടർ. അത് ഇപ്പം ഞാനൊരു ദൈവവിശ്വാസിയാണ്. കാരണം ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമാണ്. ഞാൻ ഇതുവരെ മുമ്പൊക്കെ ദൈവവിശ്വാസത്തെ ഒക്കെ വേറെ രീതിയിൽ നിരീശ്വരവാദികളുടെ മൈൻഡ് സെറ്റിലൊക്കെ കണ്ടു. പക്ഷെ അതെല്ലാം ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കണം തോന്നും, അല്ലെങ്കിൽ തുറന്ന് പറയണം തോന്നും. ആ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും. അത് നമ്മളൊരു അദൃശ്യ ശക്തിയോട് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം ഭയങ്കര വലുതാണ്. അത് ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിലെത്തും. പക്ഷേ എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യം നോക്കി തന്നെ ഇരിക്കും. കാരണം ഇപ്പം 46 വയസ്സായി, ഇനി നമ്മളത് വേണം. സൗണ്ട് ഒരുപാട് മാറ്റാറുണ്ട്, ഇനിയും കുറച്ച് മാറാനുണ്ട്. എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എന്നെ ഫോൺ വിളിച്ചവർക്കും എൻ്റെ കൂടെ ഒപ്പം നിന്നവർക്കും ധൈര്യം തന്നവർക്കും എല്ലാവർക്കും 1000 നന്ദി. കൂട്ടുകാരെ എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ആത്മാർത്ഥതയാണ്. വാക്കുകളില്ല. അപ്പോൾ